ചെറുകഥ അപരിചിതൻ. രചന സുചിത്ര കൃഷ്ണൻ. ശബ്ദം സുചിത്ര കൃഷ്ണൻ. ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഏകദേശം 50 വയസ്സ് തോന്നിക്കും. ഇരുനിറവും കട്ടിമീശയും വട്ടമുഖവും കണ്ണടയും കാണാൻ ഐശ്വര്യമുള്ള ഒരു മധ്യവയസ്കൻ. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അഭിമുഖമുള്ള സീറ്റാണ് അയാൾക്ക് ലഭിച്ചത്. രണ്ടാൾക്കും ലോവർ ബെർത്തായിരുന്നു. ഞാൻ ജാലകത്തിനടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു. ഗ്ലാസ് നീക്കുവാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. എൻ്റെ വിഫലമായ ശ്രമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു, മാഡം, കുറച്ച് നീങ്ങൂ, ഞാൻ ശരിയാക്കിത്തരാം. ഞാൻ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തു. അദ്ദേഹം വളരെ എളുപ്പത്തിൽ ഗ്ലാസ് നീക്കി തന്നു. ഞാൻ നന്ദി സൂചകമായി അദ്ദേഹത്തെ നോക്കി. എന്തോ വീരകൃത്യം ചെയ്ത മുഖഭാവമായിരുന്നു അയാൾക്ക്. നനുത്ത മഞ്ഞും ഇളം കാറ്റും പതിയെ ജാലകത്തിലൂടെ എന്നെ തഴുകി കടന്നുപോയി. ഇലച്ചാർത്തുകളിൽ മഞ്ഞിൻ കണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അങ്ങകലെ സൂര്യൻ്റെ വെള്ളിരേഖകൾ മേഘക്കീറിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ദൂരെ ആകാശത്തിൽ ഒരു പക്ഷി ആരെയോ തേടുന്നതിനായി പറന്നകലുന്നതുപോലെ തോന്നി. ഞാൻ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി വായിക്കാനായി എടുത്തു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി. പൂർത്തീകരിക്കാത്ത പ്രണയ സ്വപ്നങ്ങളുമായി മറ്റൊരു പ്രണയതീരത്തേക്ക് യാത്രയായവൾ. എനിക്ക് അഭിമുഖമായിരുന്ന ആ അപരിചിതനായ മനുഷ്യൻ എന്നോട് ചോദിച്ചു, വായിക്കാറുണ്ടല്ലേ? ഞാൻ മൂളി. മാഡത്തിന് ഏതുതരം പുസ്തകങ്ങളോടാണ് ഇഷ്ടം? എനിക്കുറപ്പായി എൻ്റെ നഷ്ടപ്പെട്ട നീലാംബരി മുഴുമിപ്പിക്കാൻ പറ്റില്ലെന്ന്. പ്രത്യേകിച്ച് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ അങ്ങനെയൊന്നില്ല. എല്ലാ രചനകളും എനിക്കിഷ്ടമാണ്. ചിലതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നേർരേഖാ ചിത്രങ്ങൾ കാണുന്നു. മറ്റു ചിലവ എന്നെ തൊട്ടും തൊടാതെയും കടന്നു പോകുന്നു. മാഡം, എനിക്കിഷ്ടം പ്രണയവും റൊമാൻസും കുറച്ചൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളും അടങ്ങിയ പുസ്തകങ്ങളാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ അതിൽ അലിഞ്ഞില്ലാതെയാവണം. സിരകളെ ത്രസിപ്പിക്കുന്നതായിരിക്കണം. അത് പറഞ്ഞ് അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. എങ്കിൽ പിന്നെ മഞ്ഞപ്പത്രം വായിച്ചാൽ മതിയല്ലോ എന്നെനിക്ക് പറയാൻ തോന്നി. ഞാൻ അലക്ഷ്യമായി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സൂര്യകിരണങ്ങൾ പതുക്കെ എൻ്റെ തണുപ്പാർന്ന അധരങ്ങളിൽ ചുടുചുംബനമേകി കടന്നുപോയി. മാഡം, ഞാൻ പറഞ്ഞത് കേട്ടോ? വീണ്ടും അയാളുടെ ചോദ്യം. ഞാൻ അശ്രദ്ധയോടെ മൂളി. എൻ്റെ വായന തടസ്സപ്പെടുത്തിയതിൽ എനിക്ക് അയാളോട് അല്പം നീരസം തോന്നിയിരുന്നു. മാഡം, ഞാൻ കൽക്കട്ടയിലേക്കാണ് പോകുന്നത്. മാഡം എവിടേക്കാണ്? ഞാനും അവിടേക്ക് തന്നെയാണ്. മാഡം, ഞാനിങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് ബോറടി ആവുന്നുണ്ടോ? ഇതും ചോദിച്ച് അയാളുടെ കറ പിടിച്ച പല്ലുകൾ തുറന്നുകാട്ടി കർണങ്ങളെ എച്ചിലാക്കുന്ന വായ പോലെ. CV രാമൻപിള്ളയുടെ ധർമ്മരാജ എന്ന നോവലിലെ ചന്ദ്രക്കാരൻ എന്ന കഥാപാത്രത്തിൻ്റെ ചിരി പോലെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. ഞാൻ എങ്ങനെ പറയും അയാളുടെ സംഭാഷണം എനിക്ക് ബോറടി ആവുന്നുണ്ടെന്ന്? ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ അയാൾ കൂടുതൽ ഉന്മേഷവനായി കാണപ്പെട്ടു. മാഡം, എനിക്ക് കൽക്കട്ടയിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി. കുറച്ച് വർഷങ്ങളായി. അയാൾ അയാളുടെ ജീവചരിത്രത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. അയാളുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അതിൽ ചിലർ. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യ വീട്ടമ്മയാണ്. മക്കൾ 2 പഠിക്കുന്നു. അല്ല, മാഡത്തിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. മാഡം വിവാഹിതയാണോ? ഞാൻ അല്ലെന്നോ ആണെന്നോ പറഞ്ഞില്ല. അല്ല, മാഡത്തിൻ്റെ നെറ്റിയിൽ സിന്ദൂരം കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അയാൾ വീണ്ടും കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. വായ്ക്കുള്ളിൽ നിന്ന് ഉമിനീർ തുള്ളികളായി പുറത്തേക്ക് തെറിച്ചു വീണു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തീർത്തും അപരിചിതനായ താങ്കളോട് എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? ഏയ് ഇല്ല, ആ ശേഷമില്ല.
എന്ന് വെച്ചാൽ ഞാനൊരു വിടുവായൻ എന്നാണോ മാഡം ഉദ്ദേശിച്ചേ? എങ്കിലും ഞാൻ പറയും, മാഡം എന്ത് കരുതിയാലും കുഴപ്പമില്ല. എനിക്കെന്തോ മാഡത്തിനെ കണ്ടപ്പോൾ പൂർവ്വജന്മത്തിൽ എപ്പോഴോ നമ്മൾ പരിചിതരെന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എത്രയോ കാലമായി തേടി നടക്കുന്ന ആരെയോ കണ്ടുമുട്ടിയെന്ന തോന്നൽ. ശരിയാണോ തെറ്റാണോ അറിയില്ല. ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ സുഹൃത്തെ. ആ യാത്രക്കിടയിൽ ആരെല്ലാമോ കയറുന്നു ഇറങ്ങുന്നു. ചിലർ യാത്ര മുഴുവനാക്കി പോകുന്നു, മറ്റു ചിലർ പാതി വഴിയിൽ. ഞാൻ പറഞ്ഞു നിർത്തി. സത്യമാണ് മാഡം പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു. അദ്ദേഹത്തെ തീവ്രമായ എന്തോ ദുഃഖം അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ കണ്ണുകളിൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം ഞാൻ കണ്ടു. പെട്ടെന്ന് എനിക്ക് അയാളോടുള്ള നീരസം കുറഞ്ഞതായി തോന്നി. താങ്കൾക്ക് എന്താണ് ഇത്രയധികം ദുഃഖം? പറയാൻ വിരോധമില്ലെങ്കിൽ പറയാം മാഡം, ഞാൻ എല്ലാം പറയാം. നമ്മൾ ഈ യാത്രയിൽ ഒരുമിച്ച് ഒരു രാത്രിയും പകലും ഉണ്ടല്ലോ. അയാൾ എന്നെ സംസാരിച്ചു കൊല്ലാനാണെന്ന് മനസ്സിലായി. എന്തായാലും ഒരാൾ അയാളുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നിയതുകൊണ്ടാവാം. അയാൾ പറയട്ടെ, ഞാൻ കരുതി. ഇടയ്ക്ക് ഒരാൾ ചായ കൊണ്ടുവന്നു. മാഡത്തിന് ചായ വേണോ? വേണ്ടെന്ന് തലയാട്ടി. ചൂടു ചായ അയാൾ ഊതി കുടിക്കുന്നതിനിടയിൽ അല്പനേരം എനിക്കൊരാശ്വാസം കിട്ടി. എൻ്റെ കണ്ണുകൾ അലക്ഷ്യമായി നീണ്ടുപരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളും തോടുകളും പുഴകളും കടന്ന് അതിവേഗം പോയിക്കൊണ്ടിരുന്നു. ആകാശം ഇരുളുന്നുണ്ട്. മഴയുടെ ലക്ഷണങ്ങൾ. മാഡം, മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ ഗ്ലാസ് താഴ്ത്തി തരാം. ഞാൻ വേണ്ടെന്ന് തലയാട്ടി. യാത്രക്കിടയിൽ എൻ്റെ മേൽ പതിക്കുന്ന നേർത്ത മഴത്തുള്ളികൾ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അയാൾ തുടർന്നു. അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല മാഡം. ആർക്കാണ്? ഞാൻ ചോദിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് തന്നെ. ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാഡത്തിന് അറിയാമോ? മാഡം പറയൂ. ദൃഢമായ ദാമ്പത്യബന്ധത്തിന് ആരോഗ്യപരമായ സെക്സ് അവിഭാജ്യ ഘടകമല്ലേ? പെട്ടെന്ന് ഞാൻ ഞെട്ടി. അയാളിൽ നിന്ന് അങ്ങനെയൊരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാഡം തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞോട്ടെ. ഇതിവിടെ പറയാൻ പറ്റിയ ആൾ മാഡമാണെന്ന് എനിക്ക് തോന്നി. മാഡത്തിൻ്റെ കണ്ണുകളിൽ എന്നെ കേൾക്കാനുള്ള ക്ഷമയുണ്ട്. തെല്ലു നിർത്തി അയാൾ തുടർന്നു. പിന്നെ ഒരു കാര്യം, മാഡം സുന്ദരിയാണ് കേട്ടോ. പ്രത്യേകിച്ചും കണ്ണുകൾ വശ്യമാർന്നവയാണ്. അയാൾ എന്തോ കാവ്യാത്മകമായി സംസാരിച്ച് എൻ്റെ അംഗലാവണ്യത്തെ വർണ്ണിക്കാൻ തുടങ്ങി. അതിലെന്തോ ഒരു വൈകാരികമായ ആനന്ദം അയാൾ കണ്ടെത്തുന്നത് പോലെ. എനിക്കത് അരോചകമായി തോന്നി. അയാൾക്കെവിടെയാണ്, എന്താണ് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്ന് ഒരു ഞൊടിക്കിടയിൽ ഞാൻ മനസ്സിലാക്കി. അവളും സുന്ദരിയാട്ടോ, എൻ്റെ ഭാര്യ. പറഞ്ഞിട്ട് എന്ത് കാര്യം? അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. കുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് മാഡം എന്നോട് അവൾക്ക് ഈ അകൽച്ച തുടങ്ങിയത്. ഞാനില്ലാത്തപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കും. ഞാനുള്ളപ്പോഴെങ്കിലും എൻ്റെ അടുത്തൊന്ന് വന്നുകൂടെ? ഞങ്ങളുടെ ആദ്യ നാളുകൾ എത്ര പ്രണയാർദ്രമായിരുന്നെന്നറിയാമോ? അയാൾ ജാലകത്തിലൂടെ നോക്കി നെടിവീർപ്പിട്ടു. ഇപ്പോൾ ലീവിന് വീട്ടിൽ പോകണമെന്നേ തോന്നുന്നില്ല. പിന്നെ കുട്ടികൾ, അവരെ ഓർത്ത് മാത്രമാണ് പോകുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ വിവാഹമൊക്കെ കഴിഞ്ഞ് 1-2 കുട്ടികളൊക്കെ ആയാൽ പിന്നെ വല്ലാത്ത വിരക്തിയാണല്ലേ മാഡം. കുട്ടികളുടെ വളർച്ച, പഠനം, വീട്ടുജോലികൾ, അങ്ങനെ 100 കൂട്ടം ഒഴിവുകഴിവുകൾ അവർ നിരത്തും. എനിക്കറിയാം എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് ഈ ഒരു കാരണം കൊണ്ട് തകർന്നു പോകുന്നത്. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് വാവിട്ട് നിലവിളിച്ചിട്ട് എന്തു കാര്യം? പങ്കാളി ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നൽകിയില്ലെങ്കിൽ അത് സ്നേഹമാവട്ടെ, പരിഗണനയാവട്ടെ, മറ്റെന്തുമാവട്ടെ, അവർ അവരുടെ വ്യത്യസ്തതകൾ തേടിയുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവരെ തേടിയെത്തുന്ന കാമനകൾ അത്രമേൽ മധുരമേറിയവ ഒന്നും ആവില്ല. അത് കാലാന്തരത്തിൽ അഴുകി ജീർണിച്ചു പോവേണ്ടവയാണ്. പിന്നെയും അയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ചിന്തകളിലേക്കും. ശരിയാണ്, നമ്മുടെ നാട്ടിൽ വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നതിൻ്റെ കാരണം ഇതുതന്നെയായിരിക്കും. അശ്ലീല സൈറ്റുകളുടെ കടന്നുകയറ്റം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ ഒരു കാരണമാണ്.
നിത്യേന പേപ്പറിൽ വരുന്ന വാർത്തകൾ. 3 മക്കളെ ഉപേക്ഷിച്ച അമ്മ കാമുകനൊപ്പം പോയി. മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരുത്തിയുമായി നാടുവിട്ടു. സംശയം മൂലം ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ഇത്തരം വാർത്തകൾ. എവിടെയാണ് സ്നേഹവും പ്രണയവും പോയി പോകുന്നത്? എന്തുകൊണ്ട് ആദ്യ നാളുകളിലേതുപോലെ പ്രണയിച്ചുകൂടാ? രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ ആ വീട് എത്ര സ്വർഗമായേനെ. 1000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തികട്ടി വന്നു. മാഡം, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? അയാളുടെ ചോദ്യം ചിന്തകളിൽ നിന്ന് എന്നെ ഉണർത്തി. ജീവിതം കടുത്ത നിരാശയിലൂടെ ആണ് മാഡം കടന്നു പോകുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. ആഗ്രഹ പൂർത്തീകരണത്തിന് ഇന്ന് സാധ്യതകളില്ലാതില്ല. നമ്മുടെ നാട്ടിൽ ലൈംഗിക ദാരിദ്ര്യം ഒരുപാടുണ്ട് മാഡം. പക്ഷേ എന്നെപ്പോലുള്ളവരുടെ സംസ്കാരം അതിന് അനുവദിക്കില്ലല്ലോ മാഡം. ആദ്യമൊക്കെ ചേട്ടാ ഭക്ഷണം കഴിക്കണ്ടേ, വായോ എന്ന് പറഞ്ഞവൾ ദേ മനുഷ്യ, കഴിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട്, എപ്പോഴാന്ന് വെച്ചാൽ കഴിച്ചോ എന്ന അവസ്ഥയായി. വരണ്ടുണങ്ങിയ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു. അയാൾ കണ്ണടയൂരി കണ്ണു തുടച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാത്രിയായത് പോലും അറിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതായി തോന്നി. ഞാൻ കിടക്കട്ടെ, അയാളോടായി പറഞ്ഞു. ഓക്കെ മാഡം, ഞാനും കിടക്കട്ടെ. ഞാൻ വെറുതെ കിടന്നുവെന്ന് മാത്രം. ഉറക്കം വന്നില്ല. അയാളെക്കുറിച്ച് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ മനസ്സെന്താണ് ഇങ്ങനെ ചഞ്ചലമാവുന്നത്? എനിക്ക് അയാളോട് എന്താണ്